Hi dear students, in the last class we have mentioned what is ethics, and today we are specifically saying what is business ethics. Business ethics is simply the application of ethics in business. അതായത് ബിസിനസ്സിൽ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നതിന് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നു. ഓർ ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്കൽ ഐഡിയാസ് ടു ദ ബിസിനസ് ബിഹേവിയർ. ബിസിനസ് ബിഹേവിയറിലേക്ക് പൊതുവായിട്ടുള്ള എത്തിക്കൽ ഐഡിയാസിനെ ഇംബൈബ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഇതിനെ നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ എത്തിക്കൽ ഐഡിയാസ് ടു ദി ബിസിനസ് ബിഹേവിയർ. അതായത് നമ്മുടെ എത്തിക്സിനെ ബിസിനസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ബിസിനസ് ബിഹേവിയർ കാണിക്കേണ്ടിടത്തൊക്കെ നമ്മൾ നമ്മുടെ എത്തിക്സ് കൂടി കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ബിഹേവിയർ ഓഫ് എ ബിസിനസ്മാൻ ഇൻ ഡൂയിങ് ബിസിനസ്. ബിസിനസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ എത്തിക്കൽ ബിഹേവിയറാണ് ആക്ച്വലി ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. The next, what are the features or characteristics of business ethics? Let us examine that. The first one is there are certain principles which guide and govern the business people to perform business functions. ഇപ്പോൾ ബിസിനസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ബിസിനസ്സുകാരനെ സഹായിക്കുന്ന സർട്ടൈൻ ഗൈഡ് ലൈൻസ് ആണ്, അതല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസാണ് എന്തെന്ന് പറയുന്നത് ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ബിസിനസ് എത്തിക്സ് ആർ ദി പ്രിൻസിപ്പിൾസ്. സെക്കൻഡ്, ഇറ്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ബിസിനസ് എത്തിക്സിനെ സയൻസായിട്ടും ആർട്ടായിട്ടൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആർട്ട് എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ പെർഫോമൻസ് മെഷറാണ്. ബിസിനസ് എത്തിക്സ് രണ്ടുമാണ്. കാരണം ബിസിനസ് എത്തിക്സിന് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ പെർഫോമിങ്. അല്ലേ, ആരാണോ എത്തിക്സ് ചെയ്യുന്നത് അയാളുടെ ഒരു കഴിവ് കൂടി അതിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ബിസിനസ് എത്തിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആൻ ആർട്ട്. ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ടെസ്റ്റിംഗ് ദ റൂൾസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ്. സോ ഇറ്റ് ഈസ് എ ഡൈനാമിക് വൺ. അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ബിസിനസ് എത്തിക്സ് ഈസ് ഡൈനാമിക് ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ടെസ്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ് ഓർ റൂൾസ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാണ്, റൂൾ സെറ്റ് ചെയ്യാണ്, ഇതാണ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ടു ബി കണ്ടിന്യൂസ്ലി മോണിറ്റേർഡ് ആൻഡ് അപ്ഡേറ്റഡ്. പലപ്പോഴും ഒരു തവണ നമ്മൾ കാണിക്കുന്ന എത്തിക്സ് മറ്റൊരു സിറ്റുവേഷനിൽ എത്തിക്സിന് വിപരീതമായിട്ട് വരാം, റൂൾസിന് സ്റ്റാൻഡേർഡിന് എതിരായിട്ട് വരാം. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡൈനാമിക്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റാൻഡേർഡുകളും അതാത് സമയങ്ങളിൽ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ബിസിനസ് എത്തിക്സ് ഈസ് ഡൈനാമിക് വൺ. Then next, it is based on theological principles such as sincerity, human welfare, service, good behavior, etc. ഇതുപോലുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സിൻസിയറിറ്റി, ഹ്യൂമൻ വെൽഫെയർ, സർവീസ് മോട്ടീവ്, എക്സ്പ്രസിങ് ഗുഡ് ബിഹേവിയേഴ്സ്, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ബിസിനസ് എത്തിക്സ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് സോഷ്യൽ കസ്റ്റംസ് പ്രിവെയിലിംഗ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് പോലെയല്ല. എത്തിക്സിൻ്റെ പ്രത്യേകത നമുക്കത് അപ്ലൈ ചെയ്യൽ എല്ലാവർക്കും സാധിച്ചു കൊള്ളുന്നില്ല. പക്ഷേ ബിസിനസ് എത്തിക്സിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ റിയാലിറ്റി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി. നമ്മുടെ ബിസിനസ് ഫീൽഡിൽ ആക്ച്വൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റിയാലിറ്റീസ് ഓർ സർട്ടൻ സോഷ്യൽ കസ്റ്റംസ് എക്സെട്ര. ദെൻ ഇറ്റ് സ്റ്റഡീസ് ദ ആക്ടിവിറ്റീസ്, ഡിസിഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സുമായി റിലേറ്റഡ് ആണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്. ദെൻ ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ബിസിനസ് എത്തിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്, ലോകം മുഴുവൻ ഉപയോഗിക്കുന്നു. കാരണം ബിസിനസ് ഈസ് എക്സിസ്റ്റിംഗ് വേൾഡ് വൈഡ്. ബിസിനസ്സും യൂണിവേഴ്സലാണ്, അല്ലേ. ഓൾ ഓവർ ദ വേൾഡ് വൈഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് വൈഡായിട്ട് ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ബിസിനസ് എത്തിക്സും ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡൈനാമിക് ആൻഡ് യൂണിവേഴ്സൽ. Then many of the ethical principles develop the personal dignity. ബിസിനസ് എത്തിക്സിൻ്റെ മറ്റൊരു പെക്യൂലിയാരിറ്റിയാണ് when a businessman shows certain ethics, it improves his dignity.
അല്ലേ? ഒരു വ്യക്തി അത് ആരാണോ ബിസിനസ് എത്തിക്സ് അതേപോലെ ഫോളോ ചെയ്യുന്ന അയാളുടെ ഡിഗ്നിറ്റി, പേഴ്സണാലിറ്റി എല്ലാം ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ബിസിനസ്മാൻ വിത്ത് എവറി സിറ്റിസൺ, കസ്റ്റമർ, ഓണർ, ഇൻവെസ്റ്റർ എക്സെട്ര. ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾ ഹി ഹാസ് ടു കീപ്പ് എ ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു ബിസിനസ്സിൻ്റെ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അല്ലേ? കസ്റ്റമേഴ്സ്, ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, സിറ്റിസൺസ്, ഇവരുമായിട്ടൊക്കെ നല്ലൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ബിസിനസ് എത്തിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ്ലി വി ആർ ഗോയിങ് ത്രൂ അനദർ ഏരിയ, ദാറ്റ് ഈസ് ദ ബേസിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട വ്യത്യസ്ത ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഹോണസ്റ്റി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഹോണസ്റ്റി എന്താണെന്ന്. ഹോണസ്റ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് എത്തിക്കൽ എക്സിക്യൂട്ടേഴ്സ് ആർ ഹോണസ്റ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻ ഓൾ ദെയർ ഡീലിങ്സ്. നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ എല്ലാ ഡീലിങ്സിലും എന്തായിരിക്കണം? ട്രസ്റ്റ് വ്യക്തിയായിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. മറ്റുള്ളവരെ ഡിസീവ് ചെയ്യുക, മിസ്ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ മിസ് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ പകുതി ട്രൂത്ത് പറയുക, അല്ലെങ്കിൽ കുറേ ഒമിറ്റ് ചെയ്ത് പറയുക, ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. ബിസിനസ് മാൻ ഷുഡ് ബി ഹോണസ്റ്റ്. അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ ഒരു ബേസിക് എലമെൻ്റാണ് ഹോണസ്റ്റി എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റഗ്രിറ്റി, അല്ലേ? ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് കറേജ് കാണിക്കേണ്ട ആളാണ്, അല്ലേ? അങ്ങനെ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രേഷൻ കാണിക്കേണ്ട ആളാണ് ബിസിനസ് മാൻ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അതായത് ഒരാൾ ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട്സ് രണ്ടിനെക്കുറിച്ചും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ബിസിനസ്മാൻ ഹി ഷുഡ് ബി പ്രൊപ്പോർഷണൽ. ഹി ഷുഡ് കൺസിഡർ ഓൾ ദ ലോസസ് ആൻഡ് ഷുഡ് ട്രീറ്റ് ദ ലോസ് ആസ് ഹിസ് ഓൺ ലോസ്. മറ്റുള്ളവർക്കൊന്നും ഒരു പരിക്കും നഷ്ടവും വരാൻ പാടില്ല, അങ്ങനെയുള്ളത് എൻ്റെ നഷ്ടം പോലെയാണ്, ആ രീതിയിൽ കാണുന്ന ആളാണ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആൾ. ദ നോൺ കോപ്പറേഷൻ ഇൻ ഈവിൾസ്, അല്ലേ? ഈവിൾസിലൊന്നും കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, തെറ്റായ കാര്യങ്ങളിലൊന്നും സഹകരിക്കാതിരിക്കുക, ഓക്കെ അല്ലേ? ഡു ഓൺലി ഗുഡ് തിങ്സ്. ദെൻ കോപ്പറേഷൻ വിത്ത് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം? സഹകരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്. എക്സലൻസ് ആയിരിക്കണം ടാർഗറ്റ്, അതിന് ഫുൾ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ നെക്സ്റ്റ് ലീഡർഷിപ്പ്. എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എ ലീഡർ ഹി ഹാസ് ടു ഷോ ഓൺലി പോസിറ്റീവ് എത്തിക്കൽ ബിഹേവിയേഴ്സ്. ദെൻ യൂണിവേഴ്സൽ വാല്യൂ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ, നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സൽ വാല്യൂസ്. ലോകത്ത് മുഴുവൻ ഉപയോഗിക്കുന്ന അതേ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെയും എത്തിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ദെൻ ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് ഹ്യൂമൻ കൺസിഡറേഷൻ കൊടുക്കുക, ഹ്യൂമൻ ബീയിങ്സിന് ഡിഗ്നിറ്റി കൊടുക്കുക. ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഈ എത്തിക്സ്, ബിസിനസ് എത്തിക്സ് നമ്മൾ ബിഹേവിയർ കാണിക്കാൻ പാടുള്ളൂ. ദെൻ നോൺ വയലൻസ്, മറ്റൊരു എത്തിക്കൽ ബേസിക്കാണ് നോൺ വയലൻസ്. ഹി ഷുഡ് നോട്ട് ഗിവ് എനി consideration for violence. The consumer should not be exploited, or there should not be exploitation of the society, etc. Next small area that we discuss is structure of ethics management. നമ്മൾ എത്തിക്സ് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്തിക്സിനെ നമ്മൾ മാനേജ് ചെയ്യണം. ആ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന എലമെൻറ്റ്സാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ദർ ഷുഡ് ബി എ ഫോർമൽ കോഡ് ഓഫ് കണ്ടക്റ്റ്. നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ്, ഒരു പെരുമാറ്റച്ചട്ടം നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ഉണ്ടാക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ബിഹേവിയേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ദർ ഷുഡ് ബി ആൻ എത്തിക്സ് കമ്മിറ്റി. എത്തിക്സ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു എത്തിക്സ് കമ്മിറ്റി ഫോം ചെയ്യണം. ദെൻ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ.
നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനിലും എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എത്തിക്സിന് വിപരീതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ ആൻ എത്തിക് ഓഫീസ് വിത്ത് എത്തിക്കൽ ഓഫീസേഴ്സ്. എത്തിക്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എത്തിക്കൽ ഓഫീസേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ഓഫീസ് സെറ്റ് ചെയ്യുക. ആ ഓഫീസായിരിക്കും നമ്മുടെ എത്തിക്സിൻ്റെ കണ്ടക്റ്റിനെ മോണിറ്റർ ചെയ്യുന്നത്. ദെൻ എത്തിക്സ് ട്രെയിനിങ് പ്രോഗ്രാം. എത്തിക്സ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ, മാനേജ്മെൻറ്റിൻ്റെ ഇടയിലൊക്കെ, ബിസിനസ്സിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലും ഒരു എത്തിക്സ് ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുക. ദെൻ എ ഡിസിപ്ലിനറി സിസ്റ്റം. ഒരു ഡിസിപ്ലിനറി സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്സ് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷിങ് ആൻ ഒംബുഡ്സ് പേഴ്സൺ. ഒരു ഒംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്താൻ വേണ്ടി ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി വേണം. ഇപ്പോൾ ഒരു ഓംബുഡ്സ് പേഴ്സണെ ഈ മോണിറ്ററിങ് പർപ്പസിന് വേണ്ടി, എത്തിക്സ് മോണിറ്ററിങ് പർപ്പസിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ മോണിറ്ററിങ്. എത്തിക്സ് നമ്മൾ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചാൽ പോരാ, ഇത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു മോണിറ്ററിങ് സിസ്റ്റം വേണം. ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ദീസ് ആർ ദി പാർട്ട് ഓഫ് സ്ട്രക്ചർ ഓഫ് ബിസിനസ് എത്തിക്സ്. അതായത് ഒരു എത്തിക്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ പ്രോഗ്രാം ഉണ്ടാക്കുകയും ആ പ്രോഗ്രാമിൽ ഇത്രയും എലമെൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തുകയും വേണം. Okay, so these are regarding the basics of business ethics. Okay, thank you very much.